എന്നുയിരാണെന്നുയിരാണെന്നുയിരാണൻ യേശു. എന്നുയിരാണെന്നുയിരാണൻ ഉയിരാണൻ യേശു. എന്നുയിരാണൻ യേശു. എന്നുയിരോടു കലർന്ന് എന്നുയിരേ நான் உம்மை துதிப்பேன். എന്നുയിരേ நான் உம்மை துதிப்பேன். എന്നുയിരാണെന്നുയിരാണൻ ഉയിരാണൻ യേശു. എന്നുയിരാണെന്നുയിരാണൻ ഉയിരാണൻ യേശു. എന്നുയിരാണൻ യേശു. എന്നുയിരോട് കലർന്ന് എന്നുയിരേ நான் உம்மை துதிப்பேன். എന്നുയിരേ நான் உம்மை துதிப்பேன். ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുമ്പിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വം മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. ആരാധനക്രമത്തിൽ അഞ്ചാമത്തെ പുറത്തിലെ മൂന്നാമത്തെ സ്തുതിലിത്താനി പ്രാർത്ഥനയോടെ ഉപയോഗിക്കാം. സ്തുതിലിത്താനികൾ മൂന്നാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവെ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് ഈ സമയം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും പാപത്തിൻ്റെ വശങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപക്ഷമയ്ക്കായിട്ട് ഏവർക്കും പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരുന്നു കൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ആ പാപത്തെ എല്ലാം ക്ഷമിച്ചു തന്ന് അവിടുത്തെ പുത്രി പദവി നമുക്ക് തന്ന് വീണ്ടും അങ്ങയുടെ മക്കളായിട്ട് സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ അരികിൽ എല്ലാ കുറവുകളും ഈ സമയം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പാപമുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, കഷ്ടതകൾ, അതിൽ നിന്നെല്ലാം വിടുതലിനായിട്ട് നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് ആശ്വാസത്തിനുള്ള കൃപ പ്രാപിക്കാനായി
നമുക്ക് ധൈര്യത്തോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കാം. എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ 11ാമത്തെ പുറത്തിലെ പാപ സ്വീകാര്യ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 11ാമത്തെ പുറം. ദൈവമേ, അങ്ങയുടെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബലത്ത് പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ല അങ്ങിച്ചിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷാനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ശാസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെ മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിന് തന്നെ. ഇപ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ നമ്മോട് തമ്പുരാൻ ഇങ്ങനെ പറയുന്നു: എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനിമേലിൽ നിന്റെ പാപത്തെ ഞാൻ ഓർക്കുന്നില്ല എന്ന്. പ്രിയരെ, കർത്താവ് ഇപ്പോൾ നമ്മുടെ പാപങ്ങൾ എല്ലാം ക്ഷമിച്ച് തന്നിരിക്കയാൽ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം അർപ്പിക്കാമോ? അവിടുന്ന് നമ്മെ അനുദിനം നടത്തുന്ന ദൈവമാണ്. ആകാശത്തിലെ പറവകളെ പോറ്റുന്ന ദൈവം, വയലിലെ താമരെ പുലർത്തുന്ന കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ പല ചിന്താഭാരങ്ങളൊക്കെ ഏറി വന്നപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് അനുദിനം നമ്മെ പുലർത്തിയ ആ കർത്താവിന് കൊടാനുകൂടി സ്തോത്രം അർപ്പിക്കാം. തന്നിരിക്കുന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായി, എല്ലാ നന്മകൾക്കായിട്ടും ഈ സമയം സ്തോത്രം അർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പാപത്തെ അവിടുന്ന് ഇപ്പോൾ ക്ഷമിച്ച് നിന്റെ മക്കളായിട്ട് മാറോടടച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം യേശുവേ. ഒരു പുതിയ ആഴ്ച ദൈവം ഞങ്ങൾക്ക് വേർതിരിച്ചു തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ആരാധനയിലൂടെ നിന്നെ സ്നേഹിച്ച് നിന്റെ മക്കളായിട്ട് ജീവിക്കാൻ, തീരുമാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പാഠപുസ്തകത്തിൽ നിന്നും 176 പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ക്രിസ്തീയ ഗീതത്തിലെ 176 ഗീതം. ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അവൻ മേൽ ആശ്രയമെല്ലാം വച്ചോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ. ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദിനം തോറും രക്ഷിതാവിൻ പക്ഷത്തിൽ നടന്നിടുന്നു നീ ശുദ്ധിയിൽ. ആശ്വസിക്കുന്നു എപ്പോഴും ക്രൂശതിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ.
ഹിമപ്പോൾ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. മണവാളൻ വന്നിടുമ്പോൾ നിൻ വസ്ത്രം വെണ്മയേറിയതായി കാണുമോ. മോക്ഷലോകെ വാസം ചെയ്യുവാൻ നിന്നാത്മം യോഗ്യമായി അന്നാളിൽ തീരുമോ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ. ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. പാപമ്ലേച്ഛം ഏറ്റ വസ്ത്രം നീ മാറ്റി കുളിക്കാ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദോഷികൾക്കായി ഊറും ജീവ ഊറ്റിൽ നീ സ്നാനം ചെയ്തിടുക വേഗത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി ചെയ്യും രക്തത്തിൽ. ഹിമം പോൽ നിഷ്കളങ്കമോ നിൻ വസ്ത്രം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. 139 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ചേർന്ന് വായിക്കാം. 139 സങ്കീർത്തനം ആദ്യത്തെ 14 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മിടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അതിന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയം നമുക്ക് ഏവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണ വാക്കുകളിലൂടെ ധൈര്യമായി പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗം കേൾപ്പിൻ. യെശയ്യാ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിപ്പിൻ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ്
ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതെന്ന്, നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ഈ വായിച്ചു കേട്ട പാഠഭാഗം ഇന്നത്തെ ധ്യാനത്തിന് കർത്താവ് നമുക്ക് ഏവർക്കും അനുഗ്രഹിച്ചു തരട്ടെ. ആമേൻ. അല്പനേരം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഏവർക്കും ഒരു മനസ്സോടുകൂടെ അല്പസമയം ദൈവിക അനുഗ്രഹങ്ങൾക്കായിട്ട്, പുതിയ നന്മകൾക്കായി യേശുവിനോട് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാമോ? ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ മണിക്കൂറുകൾ നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. നമുക്കൊരാഴമായ വിശ്വാസമുണ്ട്. ഈ പ്രാരംഭ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമ്മെ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ആ പുതിയ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻ നാളുകളിൽ നടത്തിയ മഹോന്നതനായ ദൈവം ഇനിയും നടത്തും എന്ന വലിയ വിശ്വാസമാണല്ലോ നമ്മെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പ്രേരണ തന്നുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസം ഒന്നുകൂടെ നമുക്ക് മുറുകെ പിടിക്കാം. നിശ്ചയമായിട്ട് ദൈവത്തിൻ്റെ കരുതലും കാരുണ്യവും നടത്തിപ്പും ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. ആ ദൈവം ഇനിയും നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പറയുന്നു, നിന്റെ സകല ചിന്താഭാരങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ നടത്താം. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഇതാ ഞാൻ വാതിൽക്കൽ വന്നു നിന്ന് മുട്ടുന്നു, ആരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്ന ഒരു കൂട്ടായ്മയുടെ അനുഭവം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട് എങ്കിലും നിങ്ങൾ ഇതൊന്നും ചിന്തിച്ച് മനസ്സ് ഭാരപ്പെട്ടു പോകരുത്. ഞാൻ ലോകത്തെ ജയിച്ചവനാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ചിന്താഭാരങ്ങളേറെ വരുമ്പോൾ നാളെയുള്ള ജീവിതം എന്തായിത്തീരും, അടുത്ത മണിക്കൂറുകൾ എന്തായിത്തീരുമെന്ന ആശങ്കയോടെ ജീവിച്ച് അസ്വസ്ഥമാകുമ്പോൾ സുവിശേഷത്തിലൂടെ തമ്പുരാൻ പഠിപ്പിക്കുന്നു, ആകാശത്തിലെ പറവകളെ പോറ്റുന്നവനാണ് ഞാൻ, വയലിലെ താമരയെ വളർത്തുന്നവനാണ് ഞാൻ. മനുഷ്യ, നിന്റെ ജീവിതത്തെ കുറിച്ച് നീ നിരാശപ്പെടേണ്ട. നീ നിരാശപ്പെടുന്നത് കൊണ്ട്, ചിന്തിക്കുന്നത് കൊണ്ട് ഒരു മുഴം നീട്ടാനോ കുറയ്ക്കാനോ ആർക്കാണ് സാധിക്കുന്നത്? നിന്റെ എല്ലാ ഭാരങ്ങളും അറിയുന്ന കർത്താവാണ് ഞാൻ. നിന്റെ ഭാരങ്ങൾ അറിയുന്ന കർത്താവാണ് ഞാൻ. നമ്മെ അറിയുന്ന ആ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബ ജീവിതങ്ങളെ, കുടുംബ അവസ്ഥകളെല്ലാം യേശുവിലേക്ക് ഒന്നുകൂടെ സമർപ്പിക്കാമോ? അപ്പൊ ആ സ്വർഗത്തിന്റെ പതിപ്പായി ഈ ഭൂമിയിൽ നീ എന്നെ ആക്കി. പലപ്പോഴും അസ്വസ്ഥതകൾ നിറയുന്നുണ്ട് യേശുവേ, അതെല്ലാം ഒന്ന് മാറ്റിത്തരണമേ, കുടുംബത്തിന് സമാധാനം തരണമേ എന്ന് ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ?
നമുക്ക് ദൈവം ദാനം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ മക്കളെയും അപ്പന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാം. മക്കൾക്ക് വേണ്ടി ഒരു പക്ഷേ ഒരുപാട് അധ്വാനിക്കുന്നവരാണ്, സമ്പാദിക്കുന്നവരാണ്. അതിനേക്കാൾ ഉപരി മക്കളുടെ ഭാവിയെ നിയന്ത്രിക്കുന്നത്, കരുതുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. അവരുടെ പഠനങ്ങൾ, അവരുടെ ഭാവിക്ക് വേണ്ടിയുള്ള ബന്ധപ്പാടുകൾ എല്ലാം യേശു അറിയുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാമോ? എല്ലാ ഉപജീവന മാർഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പാറമടകളിൽ കഠിനമായിട്ട് അധ്വാനിക്കുന്നവർ, കാർഷിക രംഗങ്ങളിൽ പണിയെടുക്കുന്നവർ, മൃഗങ്ങളെ വളർത്തി ജീവിക്കാൻ തയ്യാറെടുക്കുന്നവര്, അതുപോലെ തന്നെ കച്ചവടങ്ങൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം രാജ്യസേവന രംഗങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. പ്രൈവറ്റ് മേഖലകളിൽ പണിയെടുക്കുന്നവർ, സർക്കാർ സേവനങ്ങളിൽ ആയിരിക്കുന്നവർ, എല്ലാവരെയും അപ്പന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാം. ഈ കാലഘട്ടത്ത് കൂലിവേലകൾ പലർക്കും നടക്കുന്നില്ലല്ലോ, ബിസിനസ്സുകൾ നടക്കുന്നില്ലല്ലോ. ഒരു കാലഘട്ടത്തുണ്ടായിരുന്ന വരുമാനം പല കുടുംബങ്ങളിലും ഇല്ല. യേശുവേ, അങ്ങനെ ചിന്തിക്കുന്നവര് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണ്. സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്താം. വേദപുസ്തകത്തിൽ പറയുന്നത്, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഓരോ ദിവസവും നന്മ തരുന്ന ദൈവം. നമ്മൾ ആരും ചിന്തിക്കണ്ട എങ്ങനെയാണ് ഈ നന്മ എനിക്ക് കിട്ടുന്നത്, അത് നമ്മുടെ ചിന്താ വിഷയമല്ല. പക്ഷെ വേദപുസ്തകത്തിൽ പറയുന്നു, ഓരോ ദിവസവും നിന്നെ നടത്തുന്ന ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് വരെ നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്താൻ മതിയായവനാണ്. ആ വിശ്വാസത്തോടെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമോ? രോഗങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സഭയിലും സമൂഹത്തിലും. എല്ലാ രോഗങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ അരികിലേക്ക് അനേകം രോഗികൾ, നാനാവ്യാധികളാൽ വലഞ്ഞവര്, ആശുപത്രികളിലും മറ്റ് ആതുരാലയങ്ങളിലും വൈദ്യന്മാർക്കൊക്കെ കാശുകൾ ഒരുപാട് മുടക്കി രോഗത്തിന്റെ ബന്ധനത്തിൽ ആയ എത്രയോ വ്യക്തി ജീവിതങ്ങൾ, വർഷങ്ങൾ കൊണ്ട്, പതിറ്റാണ്ടുകൾ കൊണ്ട് കിടക്കയിലായ രോഗ അവസ്ഥയിൽ പിടിപെട്ടുപോയ എത്രയോ രോഗ അവസ്ഥകൾ എല്ലാം യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവ് അവരെ എല്ലാവരെയും സൗഖ്യമാക്കി എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ യേശു ജീവിക്കുന്ന കർത്താവാണ്. മരിച്ച് കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ്. ആ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മുടെ ശരീരത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, തകർച്ചകളും നുറുക്കങ്ങളും രോഗത്തിന്റെ കാഠിന്യതകളും എല്ലാം സമർപ്പിക്കാമോ? ശരീരത്തിന് രൂപം നൽകിയത് കർത്താവായ ദൈവം. അവിടെ നിന്നറിയാതെ ഒന്നും വരുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ സമയം നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ രോഗം എന്റെ കർത്താവ് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അതുകൊണ്ട് യേശു അതിനുള്ള പരിഹാരം എനിക്ക് തരുന്നുണ്ട്, ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ? എന്റെ യേശു അറിയാതെ എനിക്കൊന്നും വന്നിട്ടില്ല, എന്റെ കർത്താവ് അതിനുള്ള പരിഹാരം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ദോഷമായിട്ട് എന്റെ കർത്താവ് ഒന്നും ചെയ്യുകയില്ല. ആയുസിന്റെ ഉടയവൻ യേശുവാണ്. ആ യേശുവിൽ നമ്മെ സമർപ്പിക്കാമോ? സുവിശേഷ വേലകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ സഭാ വിഭാഗങ്ങളായി ചെയ്യുന്ന എല്ലാ മിഷണറി വേലകൾക്കായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അനാഥരായി കഴിയുന്നവരുണ്ട്, വിധവമാരായി ഭാരപ്പെടുന്നവരുണ്ട്, ഏകാന്തതകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ആശ്രയിപ്പാൻ ഒരേ ഒരു സ്ഥാനം, യേശു എന്ന സ്ഥാനം. എല്ലാവർക്കും അത്താണിയായിട്ടുള്ള ആ സ്ഥാനം യേശുവിന്റെ സ്ഥാനം. ആ യേശു നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കാമോ? എല്ലാ കുഞ്ഞുമക്കളെയും, കൈക്കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാം. യാതൊരു രോഗങ്ങളോ മറ്റു കാലാവസ്ഥ സംബന്ധമായ ബുദ്ധിമുട്ട് ആരുടെയും ജീവിതത്തിൽ എടുക്കരുത്. യുവതി യുവാക്കളെ ദൈവത്തിൽ സമർപ്പിക്കാമോ? വഴിതെറ്റിപ്പോകരുതേ അപ്പാ. നിന്റെ യൗവന കാലഘട്ടത്ത് നിന്റെ സൃഷ്ടാവിനെ നീ ഓർത്ത് ജീവിക്കുക എന്ന വാക്യം ചിന്തിച്ച് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ രക്ഷകർത്താക്കൾ, വാർദ്ധക്യ രക്ഷകർത്താക്കൾ, നടക്കാൻ പറ്റാതെ കഴിയുന്നവര്, വർഷങ്ങളായി വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിക്കാം. പ്രത്യാശയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാം.
എല്ലാ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളെയും ഈ സമയം പ്രത്യേകം ഓർക്കാം. വിശേഷിച്ചും കൊറോണ എന്ന രോഗം ചികിത്സിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആശുപത്രികളിലെ ബന്ധപ്പെട്ടവർ, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ ഈ ദൈവത്തിൽ സമർപ്പിക്കുക. ഈ നാളുകളിൽ കഠിനമായിട്ട് അശ്രാന്ത പരിശ്രമങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കാനായിട്ട് യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാമോ? നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കാൻ, അതോടൊപ്പം തന്നെ രോഗങ്ങൾക്ക് ശമനം കിട്ടാൻ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അപ്പാ യേശുപ്പ ഈ രോഗത്തിന്മേലുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്, ഒരു വിടുതലുണ്ട്, രോഗത്തിന്റെ കാഠിന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വർത്തമാനം കേൾക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് യേശുവിനോട് നമുക്ക് പറയാമോ? അങ്ങനെ എത്ര വേഗം നമ്മുടെ കൂട്ടായ്മകൾ പുനഃസ്ഥാപിക്കാൻ, അടഞ്ഞു കിടക്കുന്ന ആലയങ്ങൾ, ആരാധനകൾ ഉയരേണ്ടുന്ന പ്രാർത്ഥനാ സ്ഥലങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അതൊക്കെ തുറക്കപ്പെടാൻ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ നിയമങ്ങൾക്ക് കീഴിൽ നിന്നുകൊണ്ടെങ്കിലും ആരാധന സ്വാതന്ത്ര്യം കിട്ടാൻ നമുക്കൊരു മനസ്സോടെ ദൈവത്തോട് വിനയമായിട്ട് പ്രാർത്ഥിക്കാമോ? നമ്മെല്ലാവരെയും സമ്പൂർണമായിട്ട് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന പുതിയ ആഴ്ച കർത്താവ് അറിയുകയാണ്. ദൈവത്തിലേക്ക് സമർപ്പിക്കാം. യേശുവേ, ഇന്ന് ഈ ആരാധന ഞാനിതാ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പാ, എല്ലാറ്റിലുപരി ഞാനിതാ പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല യേശുവേ, നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ കൃപ എനിക്ക് വേണം. നിങ്ങളുടെ സഹായമില്ല എങ്കിൽ ഞാൻ തളർന്ന് വീണ് പോകും ഈ മരുഭൂമി യാത്രയിൽ. യേശുവേ, നിന്റെ സഹായം എനിക്ക് വേണം. നിന്റെ ഒരു നോട്ടം എൻ്റെ വീട്ടിൽ ഉണ്ടാകണം യേശുപ്പ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്റെ ഒരു കരസ്പർശനം എനിക്ക് തന്നുകൊണ്ടിരിക്കണമേ, അല്ലാതെ ഞാൻ തളർന്ന് വീണ് പോകും യേശുവേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പാട്ടിൻ്റെ 1-2 ചരണങ്ങൾ പാടി ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, ഒരു നാളും കൈവിടാത്ത ദൈവം. ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ധ്യാനാത്മകമായിട്ട് ഒരുമിച്ച് പാടാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു എത്ര നല്ലവൻ. മനോഭാരത്താലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. മഹോന്നതനായ കർത്താവേ, ഞങ്ങളെ അനുദിനം നടത്തുന്ന ദൈവം അവിടുന്ന് ആകയാൽ സ്തോത്രം.
നിന്റെ സകല ചിന്താഭാരങ്ങള് എന്റെ വിലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ നടത്താം എന്ന വാഗ്ദത്തം തന്ന ദൈവം അവിടുന്ന് ആ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരിക്കാൻ കൊടാനുകൂടി സ്തോത്രം. സഹായപർവ്വതമായിരിക്കുന്ന ദൈവമേ, നിന്റെ മുഖത്തേക്ക്, അങ്ങയുടെ സന്നിധാനത്തിലേക്ക് കർത്താവേ കണ്ണുകൾ ഉയർത്തി ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുവല്ലോ. എന്റെ ദൈവമേ, ഈ ആഴ്ചയുടെ പ്രാരംഭത്തിൽ തന്നെ എന്റെ അപ്പന്റെ പാദപീഠത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, വീണ് പോകാതെ വണ്ണം അന്ത്യവരെയും കരം പിടിച്ച് ഈ പുതിയ ദിവസങ്ങളിൽ എന്നെ നടത്തുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആ പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന കൃപയ്ക്കായി കൊടാനുകൂടി സ്തോത്രം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും അവൻ ഉപേക്ഷിക്കുകയില്ല, ഒരു നാളും എന്റെ കർത്താവ് മറക്കയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാവരും മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കയില്ല എന്ന് ഉറപ്പ് തന്ന ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ നടത്തുന്ന ദൈവമേ, അഗ്നിസ്തംഭമായി മേഘസ്തംഭമായി ഞങ്ങളെ ശക്തീകരിച്ച് പരിപാലിക്കുന്ന മഹോന്നതനായ തമ്പുരാനെ, ഞങ്ങളോട് കൂടെ അവിടെ നിന്നുള്ള വലിയ ദയക്കായി സ്തോത്രം. പുതിയ ദിവസങ്ങളുടെ എല്ലാ നന്മകളും പ്രാർത്ഥനയോടെ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരും വഴിവക്കിൽ വെച്ച് പട്ടുപോകരുതപ്പാ. രോഗത്തിന്റെ പ്രയാസങ്ങൾ ഒരിടങ്ങളിലും അന്വേഷിക്കരുതേ. ക്രിസ്തുവേ, നിന്റെ നോട്ടം ഞങ്ങളുടെ മേലെപ്പോഴും ഉണ്ടായിരിക്കണമേ. പിശാച് ഞങ്ങളുടെ വീട്ടിൽ നോട്ടം വയ്ക്കാൻ ഇടവരുത്തരുത്. എല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണം. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ ദോഷത്തിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവവചന ധ്യാനത്തിന് മുമ്പായി 470 പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കരങ്ങളെ അടിച്ച് തന്നെ നമുക്ക് പാടാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ക്രിസ്തീയ ഗീതത്തിലെ 470 പാട്ട്. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവൻ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകി നമ്മെ നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരക്തം നമുക്കേകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്റെ വിരിച്ചുകൊണ്ട് നീലം പരിശായി നാം നശിച്ചിടവേ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടം അവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ,
അവനല്ലോ നമ്മുടെ രക്ഷയിൽ പാടാ, പരമപിതാവിന് സ്തുതി പാടാ. അവനല്ലോ ജീവനെ നൽകിയവൻ. പ്രിയ ദൈവജനമേ, നമുക്കിന്ന് ഈ ആരാധന ഇപ്രകാരം ക്രമീകരിപ്പാൻ ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകാൽ വളരെ വേഗം തന്നെ ആരാധനാലയത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ഈ നാളുകളിൽ നമ്മൾ ചെയ്യുന്നത് പോലെ നിർബന്ധമായി സർക്കാർ തരുന്നതായ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ഏതെങ്കിലും വിധേന ഈ രോഗത്തിനൊരു ശമനം വരാൻ നന്നായിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു സമൂഹമായി നിന്ന് യത്നിക്കുകയും ചെയ്യാം. അതോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ പ്രപഞ്ചത്തിൽ അനന്തമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ സമാപനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ധ്യാനം പാഠഭാഗമായിട്ട് വായിച്ച് കേൾപ്പിച്ചുവല്ലോ. യെശയ്യാ പ്രവചന പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ഒരു ഭാഗം. അവിടെ ഒരു ആരാധനയുടെ വ്യത്യസ്തമായ തലങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഉസിയ രാജാവ് എന്ന മഹാനായ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്ന പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദർശനം യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. അതോടൊപ്പം തന്നെ സാറാപ്പുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തർ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടുകയാണ്, 2 കൊണ്ട് കാൽ മൂടുന്നു, 2 കൊണ്ട് പറന്നു. ഈ ചുറ്റും നിൽക്കുന്ന സാറാപ്പുകൾ ദൂതവൃന്ദ സൈന്യം, അവർ പരസ്പരം പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ഇരമ്പുന്ന ഒരു ശബ്ദം. ഈ കാഴ്ച നമ്മുടെ പ്രവാചകനായ യെശയ്യാവ് കാണുകയാണ്. തികച്ചും ഒരു ആത്മീയതയുടെ ഒരു തലം, ഒരു പരിശുദ്ധി നിറഞ്ഞതായ ഉണ്മ നിറഞ്ഞതായ ഒരു ജീവിത അനുഭവം, തികച്ചും സ്വർഗീയമായ ഒരു ജീവിത അനുഭവം, ഒരു ആരാധനയുടെ വിശുദ്ധ ആരാധനയുടെ ഒരു അനുഭവം യെശയ്യാ പ്രവാചകൻ ഇവിടെ ദർശിക്കുകയാണ്. ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് എൻ്റെയും നിങ്ങളുടെയും ആരാധന നിമിഷങ്ങളിൽ സംഭവിക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ ചിന്ത. ഈ പ്രത്യേക സമയത്ത് ഒന്നാമത് അവിടെ സംഭവിക്കുന്നത്, അവർ ആർക്കുന്ന ശബ്ദത്താൽ, അവരുടെ ആരാധനയുടെ ശബ്ദത്താൽ അവിടെ സംഭവിക്കുന്നത് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന ഒരു അനുഭവം. യെരൂശലേം ദേവാലയത്തിന്റെ വാതിലുകൾ, പ്രധാന വാതിലുകൾ, അതിൽ സ്ഥിതി ചെയ്യുന്നത് ഉമ്മരപ്പടികളിൽ എന്നാണ് വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ഈ ഉമ്മരപ്പടി? ഈ ഭയങ്കരമായ ഈ പടുകൂറ്റൻ വാതിൽ, അത് നിൽക്കാൻ അതിന് ബേസായിട്ട് ഒരു വലിയ കല്ല്, ഒരു വലിയ പടി, ആര് പിടിച്ച് കുലുക്കിയാലും കുലുങ്ങാത്ത ഒരു കല്ല് ഇട്ടിരിക്കും. അതിൻ്റെ പുറത്താണ് ഈ വാതിലുകൾ, പ്രധാന വാതിലുകൾ യെരൂശലേം ദേവാലയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. യെശയ്യാവ് ഈ ആരാധനയിൽ ദർശിച്ചപ്പോൾ കണ്ട കാഴ്ച, ഈ ആര് പിടിച്ച് കുലുക്കിയാലും കുലുങ്ങാത്തതായ വാതിലുകളുടെ അടിയിലിട്ടിരിക്കുന്ന ഈ കല്ലുകൾ കുലുങ്ങുകയാണ്. ഉമ്മരപ്പടികളുടെ അടിസ്ഥാന കല്ലുകൾ കുലുങ്ങുകയാണ്. ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ ചില കുലുങ്ങേണ്ട കല്ലുകൾ കുലുങ്ങണം, എങ്കിലേ ആരാധന നമുക്ക് അർത്ഥവത്തായിട്ട് തീരുകയുള്ളൂ. എന്താണ്? ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ഏതൊക്കെയോ ചിന്തകൾ, ഏതൊക്കെയോ പിടിവാശികൾ, ഏതൊക്കെയോ സ്വാർത്ഥതകൾ, ഞാനെന്നുള്ള ഭാവങ്ങൾ, അഹങ്കാരത്തിന്റെ ശബ്ദങ്ങൾ, മറ്റുള്ളവരുടെ കണ്ണുനീര് കാണാത്ത അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ ഒന്ന് കുലുങ്ങണം. ഒരു ആട്ടം സംഭവിക്കണം. അതിന് എപ്പോഴും ഒറ്റ ഇരിപ്പിരിക്കാതെ അതിനകത്ത് ഒരു ചാഞ്ചല്യം, ഒരു ചേഞ്ച്, ഒരു ചലനം ഉണ്ടാകുമ്പോൾ
നമ്മുടെ അചിന്തകൾക്ക് ഒരു ചലനം ഉണ്ടാകുമ്പോൾ, ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആരാധന അർത്ഥവത്താകുന്നു എന്ന് ആ ഭാഗം പഠിപ്പിക്കുകയാണ്. വീണ്ടും രണ്ടാമത് പറയുകയാണ്, ഈ ആരാധനയിൽ സംഭവിക്കുന്നത് ആലയം പുക കൊണ്ട് നിറയുകയാണ്. യെശയ്യാ പ്രവാചകനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആലയം പുക കൊണ്ട് നിറയുകയാണ്. പുക എന്ന് പറയുന്നത് ആ ദൈവ സാന്നിധ്യത്തെ, ദൈവികതയെ കുറയ്ക്കുകയാണ്. കത്തോലിക്ക വിശ്വാസത്തിൽ ഇന്നും അവരുടെ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഈ പുകയുടെ സാമീപ്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പുകയ്ക്കുന്നതിലൂടെ, കുന്തിരിക്കമിട്ട് പുകയ്ക്കുന്നതിലൂടെ ദൈവികത അവരുടെ അരികിൽ വന്നു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഈ പ്രവാചകൻ ഇവിടെ ശ്രദ്ധിച്ചപ്പോൾ ആലയം പുക കൊണ്ട് നിറയുകയാണ് ആരാധനയിൽ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു പുകയുടെ അനുഭവം, ഒരു ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയ്ക്ക് വേണ്ടി ആരാധനാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം എന്റെ മുമ്പിൽ നിൽക്കുന്നതായി, ആണിൻ താഴ്ചയുള്ള കരവുമായി എന്റെ രോഗമുള്ള ഭാഗത്ത് എന്റെ കർത്താവ് ആ കരം വയ്ക്കുന്ന ഒരു അനുഭവം ഞാൻ ദർശിക്കണം. ആത്മീക കണ്ണുകൾ കൊണ്ട് ഞാൻ ദർശിക്കണം. വിശുദ്ധ ആലയത്തിൽ ഭയഭക്തിയോടുകൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഈ വിശുദ്ധ ആലയത്തിന്റെ ഉള്ളിൽ യേശുവിനെ നമ്മൾ ദർശിക്കണം. ആരാധനയിൽ സംഭവിക്കേണ്ട രണ്ടാമത്തെ വസ്തുത അതാണ്. പുക കൊണ്ട് നിറയുന്ന അനുഭവം, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന അനുഭവം. മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കർത്താവും ഞാനും ചേർന്നിരുന്ന് ആരാധിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം, അത് ദർശിച്ച് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുക എന്നതാണ്. മൂന്നാമത് ഇവിടെ ആരാധനയിൽ സംഭവിക്കുന്നത് അവിടെ കാണുകയാണ്, ഒരു പാപബോധം ഈ യെശയ്യാവിന് ഉണ്ടാകുകയാണ്. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എന്ന ഒരു ബോധം ഈ പ്രവാചകന് കിട്ടുകയാണ്. ഒരു പാപബോധം. ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യന് മൂന്നാമത് ഉണ്ടാകുന്ന ഒരു സംഗതി പാപബോധം. ആ ചുങ്കക്കാരനുണ്ടായതുപോലെ ഒരു പാപബോധം, കുറവുള്ളവനാണ് എന്നുള്ള ഒരു ബോധം, ആ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. യേശുവേ, ഞാൻ ഇന്ന് നിൽക്കുന്നത് നിന്റെ കൃപയാൽ, എന്റെ യോഗ്യതകൾ കൊണ്ടല്ല, നിന്റെ കൃപയാൽ, നിന്റെ ഔദാര്യത്താൽ എന്ന ഒരു പാപബോധം നമുക്ക് ഉണ്ടാകണം. നാലാമത് ഈ ആരാധനയിൽ സംഭവിക്കുന്നത്, അപ്പോൾ ഈ മനുഷ്യന് പാപബോധം ഉണ്ടായപ്പോൾ അപ്പോൾ സാറാപ്പുകളിൽ ഒരുത്തൻ ഒരു കനൽ കൊണ്ട് വന്ന് ഈ യെശയ്യാവിന്റെ നാവിൽ തൊട്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു തീക്കട്ട വന്ന് യെശയ്യാവിനെ തൊടുകയാണ്. പാപബോധമുണ്ടായപ്പോൾ അടുത്തുണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നൊരു തീക്കട്ടയുമായി യെശയ്യാവിന്റെ ശരീരത്തിൽ തൊടുകയാണ്. ആ തീക്കട്ട എന്ന് പറയുന്നത് ജ്വലിപ്പിക്കുന്ന അവസ്ഥയാണ്. ആ തീക്കട്ട എന്ന് പറയുന്നത് കുറവിനെ കരിയിച്ചു കളഞ്ഞ്, ആവശ്യമില്ലാത്തതിനെ കരിയിച്ചു കളഞ്ഞ്, പാപത്തിന്റെ സംഗതികളെ കരിയിച്ചു കളഞ്ഞ് ഒരു പുതിയ ശക്തി തരുന്ന ഒരു സ്വർഗത്തിലെ തീക്കട്ട, ഒരു സ്വർഗത്തിന്റെ തൊടൽ അവിടെ ആരാധന സംഭവിക്കുകയാണ്. തത്ഫലമായി എന്താണ് അവിടെ സംഭവിക്കുന്നത്? അഞ്ചാമതായിട്ട് ഈ യെശയ്യാവ് പറയുകയാണ്, ഈ ആരാധനയിൽ പറയുകയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ എന്ന് പറഞ്ഞ് യെശയ്യാവ് തന്നെത്താൻ സമർപ്പിക്കുകയാണ്. അപ്പോ ആരാധനയിൽ അഞ്ചാമതുണ്ടാകുന്നത് ഒരു സമർപ്പണമാണ്. അടിയനിതാ 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 എന്ന് പറയുന്നതായ ഒരു സമർപ്പണം. യേശുവേ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, നീയാണ് എന്നിൽ ജീവിക്കുന്നത്. നിന്റെ ഇഷ്ടമാണ് എന്നിൽ നിറവേറുന്നത്. നീ പറയുന്നത് മാത്രമാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത്. എന്റേതെന്ന് പറയാൻ എന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഇനി ജീവിക്കുകയില്ല. ജീവിക്കുന്നത് ദൈവമേ നിന്റെ ഇഷ്ടമനുസരിച്ച് എന്ന് തന്നെത്താൻ സമർപ്പിക്കുന്ന ആരാധനയുടെ പരമപ്രധാനമായ ഒരു ഭാഗം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആരാധനയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് അതിന് തൊട്ട് മുമ്പിൽ പറഞ്ഞതുപോലെ ഒരു പാപത്തിന്റെ ഒരു ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അങ്ങനെ നമ്മെ സമർപ്പിച്ച്
മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ധീര സാക്ഷികളായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. മഹോന്നതനായ ഞങ്ങളുടെ കർത്താവേ, ഈ വിശുദ്ധമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഭവനത്തിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ ആലയമാക്കി രൂപപ്പെടുത്തിക്കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം തന്നുവല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ആഴ്ചയിലേക്ക് നീ ഞങ്ങളെ കരം പിടിച്ച് നടത്തി. യേശുവേ, അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടി എപ്പോഴും ഉള്ളതിനായി സ്തോത്രം. എന്റെ യേശുവേ, വീണ്ടും അടുത്ത ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കാണുന്നത് വരെ ആർക്കും ഒരു ദോഷവും പറ്റാതെ അതത് ഭാഗങ്ങളിൽ ഭദ്രമായിട്ട് കാക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ ആരാധനയിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ, അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ മക്കളായിട്ട് ഒരു സമർപ്പണ ജീവിതം നയിപ്പാ അവിടെ നൽകിയ ആലോചനയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. വിശ്വാസത്തോടെ കർത്താവ് നൽകുന്ന ആശീർവാദം കൈക്കൊള്ളുവേൻ. നമ്മുടെ കർത്താവായ യേശു മശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും സഹവാസവും കാവലും പ്രിയപ്പെട്ടവരെ നമ്മോടെല്ലാവരോടും ഇന്ന് എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.